ബുക്കൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചേ നോക്കട്ടെ. ഞാൻ ബുക്ക് എടുത്തില്ല. എന്നാലും ബുക്ക് എവിടെ പോയി കാണുന്നുമില്ലല്ലോ. ഈ ബുക്ക് നീ എടുത്തിരുന്നോ? അപ്പൊ നീല്ലേ അടിക്ക് വിട്ടു തന്നെ? നിനക്ക് ഞാൻ എന്തിനാ ബുക്ക് അടിയിൽ കൂടി ഇട്ടായിരുന്നത്? എനിക്ക് എന്താ വട്ടുണ്ടോ? വണ്ടിക്കൂലിക്ക് ആയോണ്ടല്ലേ. ഒരു 10 രൂപ നിന്നേ. ആരാ പൈസ തന്നെ? മായാവി. നാളെ എക്സ്ട്രാ ക്ലാസ് ഇല്ലാത്ത കാര്യം പിള്ളേരോട് പറഞ്ഞായിരുന്നോ? ഇല്ലടാ. അപ്പൊ നാളെ പിള്ളേരെല്ലാം വരത്തില്ലയോ? അത് കുഴപ്പമില്ല, വേറെ ഐഡിയ ഉണ്ട്. എടാ ഇന്ന് വൈകിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് വരത്തില്ലയോ? എടാ നാളെ പിള്ളേർ വരുമ്പം പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ല പിള്ളേർക്ക് കൊടുക്കും. ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാൻ വേണ്ടി വിളിപ്പിച്ചതെന്ന് പിള്ളേരുടെ നൈസായിട്ടങ്ങ് പറഞ്ഞാൽ പോരെ. പിന്നെ ക്ലാസ് ലീഡർ ആയിട്ടുള്ള നീ ആരോടും പറയാതിരുന്നാ മതി. എന്നാലും സാറിന്റെ ഒരു ബുദ്ധി. എന്റെ ബുദ്ധിയോ? ഇതൊക്കെ മായാവി പറഞ്ഞെന്ന ബുദ്ധിയല്ലയോ? ഇനി മായാവി വല്ല സൂപ്പർ ഹീറോ വല്ലോ ആണോ? അപ്പൊ അത് മഞ്ചരി ആയിടും. മഞ്ചട്ടി. അത് സാരമില്ല, നീ ഇവിടെ നിന്നാ മതി. നീ ഞാൻ ഏറ്റവും വലിയ അലപ്പൻ അവിടെ. അപ്പൊ നമ്മളെന്തോ പറഞ്ഞേ? മഞ്ചട്ടി ആയിടും. സാറേ മഞ്ചട്ടി അല്ല മഞ്ചരി. മഞ്ചരി ആയിടും. വേണ്ട അവിടെ നിന്നു, അവിടെ നിന്നു. ഇനി മഞ്ചട്ടിയൊക്കെ വരും. അപ്പൊ അത് മഞ്ചരി ആയിടും. ഒരാഴ്ചയായിട്ട് ഒന്നും കഴിയുന്നില്ലല്ലോ. ഇതൊക്കെ ഇതിനെ നീ ശ്രദ്ധിക്കാൻ പോകുന്നു. ശരി, അങ്ങനെ മഞ്ചാടിയോ മഞ്ചട്ടിയോ മങ്കുരുവോ എന്തിലൊക്കെ പറയാം. ഒന്നും കേൾക്കുന്നില്ല. Those rats tell me, her tabush krat oikinim bomla. അറേ ക്ലാസ് ചോരുന്നേ, വീഴുന്നേ. സാറേ മഴയെ വെള്ളം തന്നെയാ പോയിരുന്നത്. സാറേ മഴ കഴിഞ്ഞ് ബാലൻസ് ഒന്നിനൊന്നോട് സാദൃശ്യം വേണ്ടായിരുന്നു. അപ്ഡേറ്റ് ഉണ്ട്. നെക്സ്റ്റ് ലൈനുമായിട്ടാ പുള്ളിക്കാരൻ വന്നേക്കുന്നത്. നോക്ക്. ശ്രദ്ധിക്കണോ ക്ലാസ്സിൽ? ഇനി ഞാൻ മലയാളം മീഡിയം ഇല്ലയോ, ഇത് ഇംഗ്ലീഷ് മീഡിയം ഇല്ലയോ? ശരിയാണല്ലോ. പൊക്കോ, നിന്റെ ക്ലാസ്സിൽ പൊക്കോ. ഇല്ല സാർ, ഞാൻ ഇവിടെ ഞാൻ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കണ്ട, അപ്പുറത്ത് വെക്കോ. അബദ്ധത്തിൽ ഞാൻ ഒന്ന് കൊണ്ടുവന്നയാ. ആഹാ, മായാവിയൊക്കെ വന്നിട്ടുണ്ടോ? എന്തായാലും വന്നത് കാര്യമായി. അപ്പൊ നമ്മുടെ അസൈൻമെന്റിന്റെ പേപ്പർ എല്ലാം കൂടെ എടുത്തോന്ന് വെച്ചേ. അയ്യോ, ഇവിടെ അടുത്തില്ല. എന്നാലും ഇതാരാ? ആ ക്ലാസ്സിലോട്ടൊന്ന് പോയായിരുന്നേ കൊള്ളായിരുന്നു. അപ്പൊ അതിന്റെ നോട്ട് ഒന്ന് എഴുതിയെടുക്കണം. ചോക്കില്ലല്ലോ സാറേ. ചോക്ക് എടുത്തിട്ടല്ലോ. എടുത്തോണ്ട്. അതെ, ഈ ക്ലാസ് ചോക്ക് ഇരിപ്പുണ്ടോ? എടാ ഇവിടെ ചോക്കില്ലടാ, നീ സ്റ്റാഫ് റൂമിൽ പോയി നോക്ക്. അല്ല, നീ 10C അല്ലയോ? നിനക്കെന്താ 10B കാര്യം? എടാ ഇത് സംസ്കൃതത്തിന്റെ ക്ലാസ്സാണ്, ഞങ്ങളെ ഒരുമിച്ചിരുത്തിയാ പഠിപ്പിക്കുന്നേ. ഓ, ഒരുമിച്ചിരുത്തി. 10Cയിലെ ആളാ. 10C. എനിക്ക് ചോക്കല്ലേ വേണ്ടേ? സിനിമ വണ്ടിക്കൂലി ഇല്ലാത്തോണ്ടാ. അതിനിപ്പോ എന്താ രാവൂലേ? എന്നാ അയ്യോ, എന്റെ ചില്ലറ ഇല്ല. എന്നാലും കുഴപ്പമില്ല, 50 വെച്ചോ. 10 വെച്ചപ്പോ 50. താങ്ക് യു. സാറെന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഷിബു സാറ് നാളെ എക്സ്ട്രാ ക്ലാസ് വെച്ചിരുന്നു, അത് ക്യാൻസൽ ആക്കുകയും ചെയ്ത്. അത് ഞാൻ പിള്ളേരോട് പറയാൻ അങ്ങ് മറന്നുപോയി. എല്ലാ എണ്ണത്തിനും മൊബൈലും തേങ്ങയൊന്നും ഇല്ല. നാളെ എല്ലാം കൂടെ കയറി വന്നാൽ ഞാൻ എന്തോ? ഇവിടെ സ്റ്റാളില് പുതിയ പിള്ളേർക്കൊക്കെ ബുക്ക് വന്നിട്ടില്ലയോ? അതെല്ലാവർക്കും ഓരോന്നും ഇത് എടുത്ത് കൊടുത്താൽ പോരായോ? അല്ല, അപ്പൊ ഈ മായാവി നീയാണോ? ഞാനാ മായാവി, മായാ വിശ്വനാഥൻ. ഓ, മായാ വിശ്വനാഥൻ, മായാവി. അപ്പൊ അവരെല്ലാം പറഞ്ഞത് ഇവളെ പറ്റിയാണല്ലേ? നിങ്ങളുടെ ക്ലാസ്സിലേ മായ എങ്ങനെയുണ്ട്? ഐ മീൻ മായാവി. എന്താ കാര്യം? എന്തുവാ? അവക്ക് എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നടാ.
എനിക്ക് അടി കൂടെ പേപ്പറൊക്കെ ഇട്ടതാ. എടാ മണ്ട, ആ കൊച്ചൊരു പാവ. ആ കൊച്ച എല്ലാരും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൈൻഡുള്ള കൊച്ചാ. എടാ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരെ മാത്രമല്ല അവള് ഹെൽപ്പ് ചെയ്യുന്നത്, വഴിയിൽ കൂടെ പോകുന്ന എല്ലാരെയും അവള് ഹെൽപ്പ് ചെയ്യും. പോടാ, ഇനി നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും. എന്താടി നീ ഫുഡൊന്നും കഴിക്കുന്നില്ല? ഇല്ലടി, ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്നാ എന്റെ തരാം. വേണ്ടടി, നിന്റെ നീ കഴിച്ചു. ആഹാ, അതൊന്നൊരു ടോക്കാ. എനിക്ക് ക്യാൻറ്റീനിൽ പോകാൻ പൈസ വേണോ? എന്നാ വല്ല പപ്സും എല്ലാം പോയി മേടിച്ച് കഴിക്കും. താങ്ക്സ് ഡി, പോയിട്ട് വരാം. എനിക്കിത് വെളിയിൽ പറയണമെന്ന് ഒരു ആഗ്രഹമില്ല. പൂർണിമയും അകലും തമ്മിൽ ലൈനാണെന്നുള്ള കാര്യം എനിക്ക് പറയണമെന്ന് യാതൊരു ആഗ്രഹമില്ല, കേട്ടല്ലോ. എനിക്ക് പറയണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ രണ്ടെണ്ണം കൂടെ ഹെൽമെറ്റ് വെക്കാതെ ബൈക്കിൽ പോകുന്നില്ലയോ, അത് യൂണിഫോം ഇട്ട്. ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ. സാറേ, അവളുടെ വീട്ടിലൊന്നും പറയല്ലേ, അവർ അച്ഛനൊക്കെ വയ്യാത്ത ആണല്ലേ? മായ പറഞ്ഞോണ്ട് മാത്രം നിന്നെയൊക്കെ വെറുതെ വിടുവോ? ഇനി മേലെ ഈ പരിപാടി കാണിച്ചേക്കല്ലേ, കേട്ടല്ലോ. പോ. നീ എന്തിനടി കണ്ടവന്മാരെ വണ്ടിയിലൊക്കെ കയറി പോകാൻ പോന്നെ? ഇടി, നിനക്കറിയാമല്ലോ എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ. അന്ന് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമായിരുന്നു. നിനക്ക് വണ്ടിക്കൂലി ഇല്ലാത്തോണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടേ. ഇതാ, ഇനി മുതൽ നിന്റെ വണ്ടിക്കൂലി ഞാൻ നോക്കിക്കോളാം. നീ എന്നോട് വന്ന് ചോദിച്ചാൽ മതി കേട്ടോ. സാറേ, ഇതാ സ്റ്റാമ്പിന്റെ പൈസ. എല്ലാം 50 അല്ലേ? ആ സാറേ, പിന്നെ ടൂറിന്റെ പൈസയും പിരിച്ചിട്ടുണ്ട്. പിന്നെ ആ PT ഫണ്ട് കൂടെ ഞാനിങ്ങ് പിരിക്കട്ടെ. പിരിച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങ് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ആ പോ. അപ്പൊ യൂത്ത് ഫെസ്റ്റിവലിന് പേര് തന്നിട്ടുള്ളവരല്ലേ നിങ്ങള്? സബ്സിഡിയും പൈസ എല്ലാം വേണം, വേണേ പറഞ്ഞാൽ മതി കേട്ടോ, ഉണ്ട് നമ്മുടെ കയ്യില്. അപ്പൊ നിങ്ങളടുത്ത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചിട്ട്. എന്തുവാ പ്രശ്നം? സാറിനോട് ബാങ്കിൽ പിടിച്ചു വെച്ചേക്കോ, പോലീസൊക്കെ ഉണ്ട്. ഉറപ്പാണോ? അച്ഛാ, എന്തായി? എല്ലാം റെഡി ആയിട്ടുണ്ട് മോളെ, പക്ഷെ ഇതൊന്ന് പരീക്ഷിക്കണം. അതിനല്ലേ അച്ഛൻ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. അച്ഛനെ ഒരു കെട്ട് ഇങ്ങോട്ട് ഇടും, ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടെ എല്ലാവർക്കും കൊടുക്കാം. കൊച്ചു പിള്ളേരുടെ മനസ്സിലാവത്തില്ല, പൊട്ടന്മാരാ. എന്റെ മോള് തന്നെ നീ കൊണ്ടുപോയി തകർക്കടി. അതിനിപ്പോ എന്താ രാഹുലേ? എന്നാ അയ്യോ, എന്റെ ചില്ലറ ഇല്ല, എന്നാലും കുഴപ്പമില്ല, 50 വെച്ചോ. നിനക്ക് വണ്ടിക്കൂലി ഇല്ലാത്തോണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായി. ഇതാ, ഇനി മുതൽ നിന്റെ വണ്ടിക്കൂലി ഞാൻ നോക്കിക്കോളാം. നീ എന്നോട് വന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ആഹാ, അതൊന്നൊരു ടോക്കാം. എനിക്ക് ക്യാൻറ്റീനിൽ പോകാൻ പൈസ വേണം. എല്ലാം 50 അല്ലേ? ആ സാറേ, പിന്നെ ടൂറിന്റെ പൈസയും പിരിച്ചിട്ടുണ്ട്. അച്ഛൻ പ്രിന്റ് ചെയ്ത കള്ളനോട്ട് സ്കൂളിൽ വിതരണം ചെയ്ത വിദ്യാർത്ഥിനി. ഇരുവരും അറസ്റ്റിൽ.